الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, വളരെ അനിവാര്യമായ ചില ക്രമീകരണങ്ങളാൽ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഇന്നലെ ഒരു പുതുവത്സര പുലരി കൂടി ആരംഭിച്ചപ്പോൾ ചില അനിവാര്യമായ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ വരാമെന്നേറ്റത്. 2026 നമ്മൾ കടന്നിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷം നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. കഴിഞ്ഞ 4 ദിവസം പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ 4 മരണങ്ങളെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ 4 മരണങ്ങളെയും കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരുപാട് ചിന്തകൾ വളരെ പെട്ടെന്ന് മനസ്സിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പല കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇസ്ലാമിന്റെ കണ്ണിലൂടെ, ദീനിന്റെ കണ്ണിലൂടെ നമ്മളെല്ലാം ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം എന്താണ് എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ് എന്നതാണ്. മരണപ്പെട്ടു പോയ, മരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളെ പോലെയല്ല നമ്മൾ. ജീവിച്ചിരിക്കുന്ന ആരോഗ്യമുള്ള അവസ്ഥയിൽ ദീനിനെ കേൾക്കാനും ആ ദീനിനെ പൂർണ്ണമായും ജീവിതത്തിൽ പാലിക്കുവാനും എല്ലാമുള്ള ശ്രമം, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാവരെയും ഇവിടെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങി ഓരോ കടക്കാരനോടും, ഓരോ യാത്രക്കാരനോടും, ഓരോ വണ്ടി ഡ്രൈവറോടും ആരോടെല്ലാം സംസാരിച്ചാലും അവർക്കെല്ലാം ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ആ കാഴ്ചപ്പാടുകളുടെ എല്ലാം ആയുസ് ഏതുവരെയാണ് എന്ന് ചോദിച്ചാൽ അത് മരണം വരെ മാത്രമാണ്. പക്ഷേ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ച് വളരെ അനിവാര്യമായ ചില ചിന്തകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും ആ കൂട്ടത്തിൽ പെട്ടവരാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്തൊരു മരണത്തിൽ ആ മയ്യത്തിന്റെ അരികിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ പേരിങ്ങനെ വന്ന് കണ്ടുപോകുന്നുണ്ട്. ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു മരണം. രാവിലെ ഭക്ഷണം കഴിച്ച് വളരെ ആരോഗ്യവാനായി തൻ്റെ വീടിന്റെ കോലായിൽ ഇരുന്നൊരു മനുഷ്യൻ, വളരെ യങ് ആയിരുന്നൊരു മനുഷ്യൻ, കുടുംബജീവിതത്തിന്റെ ഒരു സായം സന്ധ്യയിലേക്ക് എത്തിയിട്ടില്ലാത്ത, വളരെ ലൈവായി നാട്ടിൽ ആക്റ്റീവായി നടക്കുന്നൊരു മനുഷ്യൻ ആ സിറ്റ് ഔട്ടിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് മരണപ്പെട്ടു. ആ മരണം കൂടാൻ വേണ്ടി പോയ ആ ഒരു മരണ വീട്ടിലെ വ്യത്യസ്തമായ സംഭാഷണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന നിസ്സഹായ അവസ്ഥയുടെ എല്ലാ മേഖലകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഭാര്യ പൊട്ടിക്കരയുന്നുണ്ട്. ആ ഭാര്യ വീണ്ടും വീണ്ടും പറയുന്നത് രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ എന്നാണ്. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. 3 ഇഡലിയാണ് കഴിച്ചതെന്ന് അവരിങ്ങനെ തേങ്ങി കരയുമ്പോൾ ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു ദിവസത്തെ അവരുടെ റുട്ടീനിലെ, അവരുടെ ജീവിതക്രമത്തിലെ, ആ ചര്യകളിലെ കൃത്യമായി നടന്നു പോകേണ്ട അടുത്തൊരു ഘട്ടം അയാൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മരണം അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ആ മരണപ്പെട്ട മനുഷ്യനെ കാണാൻ വന്ന പലരും പറയുന്ന വർത്തമാനം അത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്.
അതിലൊരു വ്യക്തി വന്ന് വീണ്ടും വീണ്ടും തൊട്ടരികിലുള്ള മനുഷ്യനോട് ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ? അതൊന്നുമില്ല. മൂപ്പർക്ക് പണ്ടൊരു രോഗം വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, അതൊക്കെ മുൻപ് മാറിയതാണ്. ഇയാൾക്ക് എങ്ങനെ പറഞ്ഞിട്ടും ഒരു കാരണമില്ലാതെയാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് ബോധ്യപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരണത്തെ നോക്കിക്കാണുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടല്ലാതെ നമ്മൾ ആരും മരണപ്പെടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2026 പ്രവേശിച്ച ജീവനോടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വലിയ തിരിച്ചറിവുകൾ ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും അനിവാര്യമായി നമുക്കുണ്ടാവേണ്ടത്, ജനിച്ചത് നമ്മുടെ തീരുമാനമല്ലെങ്കിൽ മരണം ഒരിക്കലും നമ്മുടെ തീരുമാനമല്ല എന്നുള്ളതാണ്. സൈബോർഗുകളെ കുറിച്ച് കേട്ട എത്ര ആളുകൾ എൻ്റെ മുൻപിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. സൈബോർഗ് എന്നത് 2070 ലോകത്ത് ഉണ്ടായേക്കാം എന്ന് പറയുന്ന ഒരു ജീവി വർഗമാണ്. ഞാൻ ജീവി വർഗം എന്ന് ബോധപൂർവ്വം ഉപയോഗിച്ചതാണ്. ഇന്നേ വരെ മനുഷ്യ ചരിത്രത്തിൽ കാണാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും നവീനമായ ടെക്നോളജിയുടെയും സാങ്കേതിക സഹായത്തോടു കൂടി ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ടെക്നോളജി സന്നിവേശിപ്പിച്ചുണ്ടാക്കുന്ന ജീവിതത്തെയാണ്, അല്ലെ ജീവനെയാണ് യഥാർത്ഥത്തിൽ സൈബോർഗ് എന്ന് പറയുന്നത്. ഞാൻ ജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയുള്ള ചില വസ്തുക്കളെ കുറിച്ച് കൃത്യമായ പഠനങ്ങൾ ശാസ്ത്രീയ ലോകത്ത് നടക്കുന്നുണ്ട്. ഈ സൈബോർഗുകളെ കുറിച്ചുള്ള പഠനത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അത് ക്ലോണിങ്ങുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നിങ്ങൾക്ക് എത്ര ആളുകൾ ക്ലോണിങ് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സ്വീഡനിലും അമേരിക്കൻ ഉൾരാജ്യങ്ങളിലൊക്കെ മരണപ്പെട്ട ആളുകളെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു പ്രക്രിയ ഏതാനും നൂറ്റാണ്ടുകളായിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറടക്കൂല. അവരെ കൃത്യമായി ലബോറട്ടറിയിൽ ഫോർമാലിനിലും അതുമായി ബന്ധപ്പെട്ട ആസിഡുകളിലുമെല്ലാം സൂക്ഷിച്ചുകൊണ്ട് എടുത്തു വെക്കുന്ന ഒരു പ്രക്രിയ. പ്രധാനമായും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് അതുള്ളത്. നമ്മൾ ഇന്ന് പറയുന്ന ഈ സ്വീഡൻ, ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ. എന്താണ് ഉദ്ദേശമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ജീവിതത്തിൽ വളരെ അധികം ഐക്യമുള്ള നല്ല ബുദ്ധി ഉണ്ടായിരുന്ന മനുഷ്യരുടെ ശരീരത്തെ എടുത്തു വെച്ച് ആ ശരീരത്തിന്റെ DNA ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു ഘട്ടത്തിൽ ക്ലോണിംഗ് എന്ന മനുഷ്യ ശരീരത്തിന്റെ DNA ഉപയോഗിച്ച് മറ്റൊരാളിൽ അതേ സ്വഭാവ പ്രകൃതം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം വന്നാൽ ഇവരുടെ DNA കൃത്യമായും ഉപയോഗിക്കാനാണ് ഒന്നാമതായി അവർ അങ്ങനെ എടുത്തു വെക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മരണം ഒരു മനുഷ്യന് തിരിച്ചറിയുന്ന നിമിഷത്തോടു കൂടി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഖുർആൻ പറഞ്ഞൊരു വർത്തമാനം നോക്കി നോക്കുക. ജീവിതത്തിന്റെ ആരംഭത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു വർത്തമാനം എന്താ പറയുക? സൂറത്തുൽ ഇൻസാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകൂൻ ശൈഅൻ മദ്കൂറാ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ. മനുഷ്യന് സംഭവ്യമായ ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു സമയം കഴിഞ്ഞു പോയിട്ടില്ലേ എന്നാണ് ഖുർആന്റെ ചോദ്യം. നമ്മളൊക്കെ ഇന്നത്തെ നമ്മുടെ വയസ്സെടുക്കുക, 30, 40, 35, 50, 60 ഒക്കെ എടുത്തോളി. ആ 60 വർഷങ്ങൾക്ക് തൊട്ട് പുറകിൽ 62 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എവിടെയായിരുന്നു? ഈ ഒരു ചോദ്യം ചോദിക്കുന്നിടത്ത് മരണത്തിന് ശേഷം നാം എവിടെയായിരിക്കും ഉത്തരം നമുക്ക് കിട്ടും. ജനിക്കുന്നതിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒരു ശാരീരിക ഇടപെടലുകൾക്കപ്പുറത്തേക്ക് അതിന് തൊട്ട് മുൻപ് റൂഹില്ലാത്ത, ജീവിതമില്ലാത്ത, ജീവനില്ലാത്ത നമ്മൾ എവിടെയായിരുന്നു? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ ലം യകുൻ ശൈഅൻ മദ്കൂറ. പ്രസ്താവ്യമല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തെന്നറിയോ, ഖുർആൻ അതേ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെ വിശേഷിപ്പിച്ചത്. മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ, ജീവിതത്തിന് ജനിക്കുന്നതിന് മുൻപ് അവൻ എവിടെയായിരുന്നോ ആ റബ്ബിലേക്ക് അവൻ മടങ്ങുമെന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ ആ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വർത്തമാനമുണ്ട്. വഖീല മൻ റാഖ് തظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق إلى ربك يومئذ المساق. അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ് മനുഷ്യൻ, അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുന്നു എന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം, അങ്ങനെയുള്ളൊരു ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്ക് വളരെ കുറഞ്ഞൊരു കാലഘട്ടം മാത്രം ജീവിക്കുന്ന ആളുകൾ എന്ന ഈ ഒരു ബോധ്യം പലപ്പോഴും നമുക്ക് മറന്നു പോവാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെറുതെ ഒരു സംസാരത്തിന് മുൻപ്, ഒരു മനുഷ്യൻ 30 വയസ്സ് ഇപ്പോൾ നിലവിൽ പ്രായമുണ്ടെങ്കിൽ
70 വയസ്സ് വരെ അയാൾ ജീവിക്കുകയാണെങ്കിൽ എത്ര ദിവസം അയാൾ ജീവിക്കുന്നു ഇങ്ങനെ ജെമിനിയോട് ചോദിച്ചു. അപ്പൊ ജെമിനി പറഞ്ഞു 14,000 ദിവസമാണെന്ന് പറഞ്ഞു. 14,000 ദിവസം. സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിക്കൊണ്ട് പറയാണ്, 14,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ പണം തീരാൻ എത്ര സമയം വേണം? അത്ര സമയം പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഇല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവുമ്പോഴാണ് ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യത്തെക്കുറിച്ച് വളരെ ഗൗരവകരമായ ആലോചനകൾ നമ്മൾ ആരംഭിക്കുള്ളൂ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ചുറ്റും എല്ലാവരും അങ്ങനെ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതവുമായി കെട്ടിക്കുടുങ്ങി കിടക്കുന്നവരാണ്, ഇഹലോകവുമായി കെട്ടിക്കുടുങ്ങി കിടക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ ഇങ്ങനെ പാരായണം ചെയ്ത അവസാനത്തിലേക്ക് നിങ്ങൾ കാണാൻ സാധിക്കും, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയ ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ട് ഖുർആൻ അവസാനം പറയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹ് പറഞ്ഞ വാക്ക് അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, പക്ഷേ ആ യാഥാർത്ഥ്യത്തെ വഴിതെറ്റിച്ച് കളയാൻ, ആ ചിന്തയിൽ നിന്ന് നമ്മളെ മറപ്പിച്ച് കളയാൻ ഇവിടെ കൃത്യമായി ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം ഉണ്ട് എന്നാണ്. ഇത് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട സാധനമാണ്. ഞാനും നിങ്ങളൊക്കെ, ഞാൻ എന്നോട് സ്വന്തത്തോട് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിയിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അതോടൊപ്പം നല്ല കൃത്യമായ ശൈത്താന്റെ പണിയും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. ഞാൻ ഇത് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിത ലക്ഷ്യം മറന്നു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട വസ്തുതകൾ നമ്മൾ വീണ്ടും വീണ്ടും സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ഹാരിസ് മൗലവിയോട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഇവിടെ ആസ്വദിക്കാൻ പരിമിതികളുണ്ട്, പരിധികളുണ്ട്, കൃത്യമായ പരിധികളുണ്ട്. നിങ്ങൾ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും എടുത്തോളൂ, അതിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുത്ത ആളുകൾ ലോകത്ത് ധാരാളമുണ്ട്. പണത്തിന്റെ വിഷയം എടുത്തു നോക്കുക. ബില്യനേഴ്സ് എന്നൊരു പദമുണ്ട്, ബില്യനേഴ്സ് അല്ലെ, ബില്യൺ കണക്കിന് പണമുള്ള ആളുകൾ എന്നാണ്. ഒരു മനുഷ്യൻ ബില്യണയർ ആയാൽ, ഒരു മനുഷ്യൻ ബില്യണയർ ക്ലബിൽ കയറി കഴിഞ്ഞാൽ എത്ര ബില്യണയർ നിങ്ങൾക്ക് അറിയോ? മില്യണുകൾ എന്ന് പറഞ്ഞാല് ആയിരങ്ങൾ ചേർന്നിട്ടാണ് ലക്ഷങ്ങൾ ഉണ്ടാവുക, ലക്ഷങ്ങളാണ് പിന്നീട് മില്യൺസ് ആവുക, മില്യണുകൾ ചേർന്നിട്ടാണ് പിന്നെ ബില്യണുകൾ ആവുക. ഒരു മനുഷ്യന്റെ അക്കൗണ്ടിൽ 30ാമത്തെ വയസ്സിൽ 1 ബില്യൺ പണമുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ഓരോ ദിവസവും അയാൾ ലക്ഷങ്ങൾ ചെലവഴിച്ചാലും തീരാത്തത്രയും വലിയ പണമാണ് ബില്യൺ എന്ന് പറഞ്ഞാൽ. അതുള്ള ഒരുപാട് ആളുകൾ ഭൂമി ലോകത്തുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന അറിയപ്പെടുന്ന കളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും അയാളോട് ഇങ്ങനെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അയാൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തൊരു പദം ഫാമിലിയെ കുറിച്ചാണ്, അയാളുടെ കുടുംബത്തെക്കുറിച്ചാണ്. ഞാൻ ആ കുടുംബത്തിന്റെ നൈതികതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഉദാഹരണം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ലോകത്ത് എത്ര നേടിയെടുത്ത ആളുകളും അവസാനം കുടുംബത്തിലേക്കും മക്കളിലേക്കും എല്ലാം മടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് ആ കാരണം മനുഷ്യന്റെ ഭൗതികമായ പരിധിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നല്ല വിശന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ആ വിശപ്പ് മാറ്റാൻ ഒരു പരിധി ഉണ്ട്. ഈ പെരുന്തമണ്ണ അങ്ങാടിയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മളൊരു നല്ല മന്തി കഴിച്ചാൽ ഒരു ഫുൾ മന്തി കഴിക്കാനുള്ള ആരോഗ്യം നമുക്കില്ലല്ലോ. ഒരു കിട്ടുന്ന ഒരു പാത്രത്തിലെ ഭക്ഷണം പോലും പൂർത്തിയാക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയും. നമുക്ക് അത്രയേ പരിധിയുള്ളൂ. ഫിസിക്കലി നമ്മൾ ആ ഒരു പരിധിയിൽ നിൽക്കുന്നവരാണ്. നമുക്ക് ആ ഒരു ശാരീരികമായ പരിധി അതിജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മാനസികമായ ബുദ്ധി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഒരു മന്തി ഫുള്ള് വാങ്ങിയിട്ട് ഈ പെരുന്തമണ്ണ അങ്ങാടിയിലുള്ള ഒരു 4 പാവപ്പെട്ടവരെ കണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം വയറ് നിറക്കുന്നതിനേക്കാളും വലിയ തൃപ്തി നമുക്ക് ശാരീരികമായല്ല മാനസികമായി ലഭിക്കും. ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ തേട്ടം. അതാണ് കുടുംബത്തിലേക്കും നമ്മളെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്നത്. എന്തേ ഒരു മനുഷ്യന് കുടുംബം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം? ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും അടങ്ങുന്ന ആ ഒരു ചെറിയ സർക്കിൾ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണ്? അതിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷം നേടുന്നത്. അതില്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷം നേടാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഉപയോഗിച്ച പദങ്ങൾ നോക്കി നോക്കി. ഖുർആൻ ഈ വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തപ്പോൾ ഖുർആനിൽ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ
ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഖുർആൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചോ പറഞ്ഞെന്താണെന്നറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. അസ്വാജ, നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആ അസ്വാജയുടെ ഉദ്ദേശം, മനുഷ്യനിൽ രണ്ട് ശരീരത്തെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ, വിവാഹം എന്ന ആ പദ്ധതി നടക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലിതസ്കുനു ഇലൈഹ, സക്കീനത്ത് കിട്ടാനാണ്, സമാധാനം കിട്ടാനാണ്. പക്ഷെ എന്തെന്നൊരു പ്രശ്നം, നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കണം. ഈ സമാധാനം കൊടുക്കാത്തിടത്തോളം കാരണം ഒരിക്കലും ഒരു മനുഷ്യന് സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുടുംബ ജീവിതത്തെ മാത്രം പരിശോധിച്ചാൽ എന്തേ, ഒരു കാര്യം മാത്രം ആലോചിച്ച് നോക്ക്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അവർ നമ്മിൽ നിന്നും പൂർണ്ണമായ സമാധാനം നേടുന്നുണ്ടോ? പലപ്പോഴും പല ആളുകളും തന്റെ സ്വഭാവത്തെക്കുറിച്ചും തന്റെ ജീവിത കർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെയാണ് എന്നാണ്. ഇതൊരു മനുഷ്യൻ അയാളുടെ ഗഫ്ലത്തിന്റെ, അയാളുടെ അശ്രദ്ധയുടെ ഏറ്റവും പീക്കിൽ നിന്നുകൊണ്ട് പറഞ്ഞ വർത്താനാണ് ഞാൻ ഇങ്ങനെയാണ്. ഒരിക്കലും ഒരു മനുഷ്യനും അങ്ങനെയല്ല എന്നാണ് തൊട്ടു മുൻപത്തെ സംസാരത്തിൽ പറഞ്ഞു വെച്ചത്. നമുക്കെല്ലാവർക്കും ഇതിൽ നിന്നും ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതൊരവസ്ഥയിലാണോ നമ്മൾ, അതിൽ നിന്നും ഒരു ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ട് എന്താണെന്നറിയോ, ഒരു മനുഷ്യന് ഭൗതിക ജീവിതത്തിൽ ഞാൻ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ദീനിയായിട്ട് ചിന്തിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഞാൻ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ ഓക്കെ ആണെന്ന് തോന്നാൻ പാടില്ല എന്നാണ് ദീനിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ അല്ല എന്ന ചിന്തയിലേക്ക് നമ്മുടെ എല്ലാം ചിന്തകളൊന്ന് കൊണ്ടുവരണം. നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ല, ഇനിയും മാറാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ഖുർആൻ ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ ഖുർആൻ ഉപയോഗിച്ച പദം എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഖുർആൻ അവിടെയും പറയുന്നതാണ് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ബെറ്റർമെന്റിനുള്ള ഓപ്ഷനാണ്. ഇനിയും നിങ്ങൾക്ക് നന്നാവാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇനിയും നിങ്ങൾക്ക് ബെസ്റ്റ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരിക്കലും ഒരു എൻഡ് ഗോൾ ഇസ്ലാം വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെന്നറിയോ, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് നന്നാവാനുള്ള ബെറ്റർമെന്റിനുള്ള ഓപ്ഷൻ ഇസ്ലാം നൽകുകയാണ്. ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇങ്ങനെയുള്ളൊരു ജീവിതത്തെ, ദീൻ പറയുന്ന ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ കാലത്തെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ലോകം അത്ര സുരക്ഷിതമല്ല. ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. നിങ്ങൾ ഇന്ന് മടങ്ങി ചെല്ലുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ പറയാണ്, ഒരു പാമ്പിനെ വൈകുന്നേര സമയത്ത് കണ്ടിട്ടുണ്ട് വീട്ടിൽ, പിന്നെ കണ്ടു കിട്ടിയിട്ടില്ല, ഇവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നെ ആ വീട്ടിൽ ഇന്ന് രാത്രി നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. നമ്മൾ അത് അന്വേഷിക്കും, അത് തിരയും, അത് തിരഞ്ഞ് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാതെ നമുക്ക് സമാധാനം ലഭിക്കില്ല. എന്തേ കാരണം? ആ അപകടം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ടല്ലോ. ആ അപകടം അവിടെ ഉണ്ട് എന്നത് നമ്മൾ അത്രത്തോളം ശ്രദ്ധാലുവാക്കും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അറിയാൻ ഒന്ന് രാവിലെ പത്രം തുറന്നാൽ മതി. സുരക്ഷിതരല്ല നമ്മൾ ആരും സുരക്ഷിതരല്ല. ചുറ്റുമുള്ള ലോകത്തിൽ അത്രയും തിന്മകൾ വ്യാപിച്ചിട്ടുണ്ട്. അവിടെ ആ തിന്മകളോടൊരു ഭയം, നമ്മുടെ വീട്ടിലൊരു പാമ്പിനെ കണ്ടാൽ അതിനോട് നമ്മൾ കാണിക്കുന്നൊരു ശ്രദ്ധ, അത് കണ്ടുപിടിക്കാനും അതിൽ നിന്നും വിട്ടു നിൽക്കാനും അതിൽ നിന്ന് രക്ഷ നേടാനും നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ഈ പറഞ്ഞ അപകടങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. അതിൽ പലപ്പോഴും വലിയ പിഴവുകൾ നമുക്ക് പറ്റുന്നു. അതിൽ ഏറ്റവും വലിയൊരു പിഴവ് എവിടെ നിന്ന് നമുക്ക് പറ്റാറുള്ളത്? ഏറ്റവും ആദ്യത്തെ ഘട്ടം ഒരു മനുഷ്യന്റെ ശാരീരികമായ ജീവിതമാണ്. ഈ വിഷയത്തിൽ ഒരാൾക്ക് പിഴവ് പറ്റിയാൽ ഭൗതിക ജീവിതത്തിന്റെ അവസാന വരെയും അത് അനുഭവിക്കും അയാൾ. സാധാരണ ഈ വിവാഹത്തിന് മുൻപുള്ള പ്രീമാരിറ്റൽ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ വിവാഹ തലേന്ന് വരെയും എത്ര സുരക്ഷിതമായി ജീവിക്കുന്നുവോ അതേ നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ജീവിക്കാൻ സാധിക്കുള്ളൂ. വിവാഹമാവുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ കയറും. അപ്പോഴൊക്കെ അയാളുടെ മനസ്സിൽ എന്താണെന്നറിയോ, ഒരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ കിട്ടണം, ഒരു സ്വാലിഹായ ഒരു ആൺകുട്ടിയെ കിട്ടണം. എന്തേ കാരണം? വിവാഹ ജീവിതം എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അയാൾക്ക് ഉറപ്പാണ് ഇത്രയും കാലം ജീവിച്ചതുപോലെയല്ല, അടുത്തൊരു ഘട്ടത്തിൽ ഒരാൾ കൂടെ വരുന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ബോധം വരുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണോ അയാളുടെ ജീവിതത്തെ എഡിറ്റ് ചെയ്യാറുള്ളത്, ഈ എഡിറ്റിംഗ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സമയത്തും ഉണ്ടാവണം എന്നുള്ളതാണ്. വിവാഹ തലേന്ന് വരെയും ഒരാൾ എന്ത് സംശുദ്ധിയാണോ എന്ത് വിശുദ്ധിയാണോ കാത്ത് സൂക്ഷിച്ചത് അത് വിവാഹത്തിന് ശേഷവും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ ശാരീരികമായ ഒരു മനുഷ്യന്റെ തേട്ടങ്ങൾ നമ്മൾ അനിവാര്യമായും അഡ്രസ്സ് ചെയ്യണം. അത് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് മൊബൈൽ ഉപയോഗിക്കാത്തവരല്ല നമ്മൾ ആരും.
എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. കേരളത്തിൽ കഴിഞ്ഞ 2024 നമ്മുടെ സംസ്ഥാനം നേടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്നറിയോ? 99% ഓഫ് കേരളൈറ്റ്സ് ആർ ഇന്റർനെറ്റ് യൂസേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടെന്നുള്ള വിഷയമല്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് വളരെ മുതിർന്ന ആളുകൾ തന്നെ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്നതാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലേ, എന്തെപ്പോഴും തുടങ്ങാത്തത്? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് പോലെ ഉണ്ടല്ലോ എന്ന് സംസാരിക്കുന്നത് ചെറിയ കുട്ടികളല്ല, മുതിർന്ന ആളുകളാണ്. ഇൻസ്റ്റഗ്രാമൊക്കെ ഇല്ലാത്ത ആളുകളിൽ നിന്ന് എന്തോ മഹാ അപരാധം ചെയ്തതുപോലെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്റർനെറ്റിലൊക്കെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ എന്തെന്നറിയോ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ, ആ വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് നമ്മൾ വരുത്തേണ്ടത്. അതിലൊരു എഡിറ്റിംഗ് വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ വലിയൊരു അപകടത്തിലേക്ക് അത് എത്തിക്കും. അതെന്താണ് എന്ന് വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഏതൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട് നിങ്ങൾ വിചാരിക്കുക. വിശക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നീളെ കയറി ഇറങ്ങി ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുക. അവസാനം നമ്മൾ വീട്ടിൽ കണ്ട് എത്തിക്കഴിഞ്ഞാലേ വീട്ടിലെ ഭക്ഷണം നമുക്ക് ആവശ്യം വരുമല്ലോ അല്ലേ? പിന്നെ കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് കഴിച്ചത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടൊക്കെ വീട്ടിലെത്തിയിട്ട് കുറച്ചിന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും പുറത്തുനിന്ന് ഇങ്ങനെ കുറേ ഭക്ഷണം കഴിച്ച് നടന്നാൽ പിന്നെ വീട്ടിലത്തെ ഭക്ഷണം ആവശ്യം ഉണ്ടാവില്ല. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ നമ്മുടെ ബുദ്ധിയെ ബാധിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം നമ്മളെ ബാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. സാധാരണ ഈ ബ്രെയിനിനെ കുറിച്ച് പറയുന്ന, തലച്ചോറിനെ കുറിച്ച് പറയുന്ന പഠനങ്ങളിൽ 2 ഭാഗങ്ങളെ കുറിച്ച് വളരെ പ്രധാനമായും പറയാറുണ്ട്. ഒന്ന് തലച്ചോറിന്റെ ഏറ്റവും മുൻപിലെ വശമാണ്, അത് പ്രീ ഫ്രണ്ടൽ ലോബാണ്. 2 അമിഗ്ഡാല എന്ന് പറയുന്ന തലച്ചോറിന്റെ ഇമോഷണൽ സെന്ററാണ്, വൈകാരികമായ സെന്ററാണ്. ഇത് രണ്ടും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മനുഷ്യന് പക്വതയായി നമ്മൾ എപ്പോഴാണ് പറയാം? പക്വതയായി എന്ന് ഇപ്പൊ നിങ്ങൾ കുട്ടികളോ നിങ്ങൾ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവനൊരു പക്വത വന്നിട്ടില്ല നമ്മൾ എങ്ങനെ പറയാം? പക്വത വരാൻ ഇവിടെ നാട്ടിൽ 18 വയസ്സാണ് പക്വത ഒരാളെ പ്രായം. ആൺകുട്ടികൾക്ക് 21 വയസ്സാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ പക്വത വരാത്ത ആൾക്കാരുണ്ട്. 10-40 വയസ്സായാലും ഒരു കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ പക്വതയെ അളക്കാറുള്ളത്? എന്താണ് പക്വത ഒരു മനുഷ്യന് വരിക എന്ന് പറഞ്ഞാൽ? പക്വത വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് നമുക്ക് ഇങ്ങനെ വായ കൊണ്ട് അളക്കാൻ പറ്റുന്ന സാധനമല്ല, ക്വാളിറ്റേറ്റീവായി അളക്കാൻ പറ്റുന്ന സാധനം. അതുകൊണ്ട് ഒരു പ്രായം വെച്ചുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യം വെച്ചതുകൊണ്ടോ നമ്മൾ ഏതെങ്കിലും ജോലിയിൽ ഉന്നത പൊസിഷനിലാണെന്നുള്ളതൊന്നും പക്വതയ്ക്ക് മാനദണ്ഡമല്ല. പക്വതയ്ക്കുള്ള ഒരേ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ശാരീരികമായി ബയോളജിക്കലി നമ്മുടെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് പ്രായത്തിലും. അതുകൊണ്ടാണ് വളരെ കുഞ്ഞായ ഒരു കുട്ടിയെ നമ്മൾ കണ്ടാലും അവനൊരു പക്വത ഉണ്ട് നമ്മൾ പറയുന്നത്. ആ കുട്ടിയുടെ പ്രായം വെച്ചുകൊണ്ടല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന വിവേകത്തെയാണ് നമ്മൾ പക്വത എന്ന് പറയാം. ആ പക്വത ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ടതാണ്. ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ ഒരു മനുഷ്യക്കുട്ടിനെയും ഒരു പട്ടിക്കുട്ടിനെയും ഒരു പൂച്ചക്കുട്ടിനെയൊക്കെ ഇങ്ങനെ വെക്കുക. ഏറ്റവും ആദ്യം വെള്ളത്തേക്ക് ചാടാരാ? മനുഷ്യക്കുട്ടിയെ ചാടുക. പൂച്ചക്കുട്ടി പട്ടിക്കുട്ടിയല്ല. അതിന് നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടാവും, അതങ്ങോട്ട് അടുത്തേക്ക് പോവില്ല. എന്തേ മനുഷ്യക്കുട്ടി പോവാൻ കാരണം? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ ആ ഒരു ബുദ്ധിയും വിവേകവും കൂടിയല്ല ജനിക്കുന്നത്, അത് ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് എന്തെന്നറിയോ, ജീവിതത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ഓരോ ഘട്ടത്തിലും അനുഭവിക്കുന്ന അനുഭവങ്ങൾ, കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കേൾവികൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ പക്വത ആർജിക്കുക. ഈ പക്വതയ്ക്ക് നമ്മുടെ തലച്ചോറ് ചില കണക്ഷൻസ് ഉണ്ട്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളൂ. ഈ തലച്ചോറിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രീ ഫ്രണ്ടൽ ലോബിലാണ് അവന്റെ എല്ലാ മെമ്മറിയും സേവ് ചെയ്യുക. ഹിപ്പോ ക്യാമ്പസ്, നിയോ ക്യാമ്പസ് എന്നൊക്കെ പറയും. ഏതായാലും ഒരു മനുഷ്യന്റെ സ്റ്റോറേജ്, മെമ്മറി സ്റ്റോറേജ്, ഈ തലച്ചോറിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്ഥലത്തൊരു വിവരമുണ്ട്. എന്നാൽ അമിഗ്ഡാല എന്ന് പറയുന്ന ഇമോഷൻ സെന്ററിൽ മറ്റൊരു വൈകാരികതയുണ്ട്. നിങ്ങൾ വിചാരിക്കുക, ഒരു ഉദാഹരണം, ഒരു കൊച്ചു കുട്ടിക്ക് മുൻപിൽ ഒരു തീപ്പെട്ടി കൊണ്ട് ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തീക്ക് ചൂടുണ്ട് എന്നുള്ളത്, ആ തീയിന് ചൂടുണ്ട് എന്നുള്ളത് ഒരു വിവരമാണ്. ആ വിവരം തലച്ചോറിൽ വിവരമായി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ചുവന്നൊരു നാളം ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണുമ്പോൾ അത് തൊടാനൊരു ടെൻഡൻസി ഉണ്ട്. അതിനെന്താ പറയാ? വികാരം എന്നാ പറയാ. ആ വികാരവും ഈ വിവരവും ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് അത് എനിക്ക് തൊടാൻ പറ്റാത്തതാണെന്ന് ഒരാൾ തീരുമാനിക്കൂലേ? അതിനാണ് നമ്മൾ പക്വത എന്ന് പറയുന്നത്. ആ വിവേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ഘട്ടത്തിലും ഉണ്ടാവുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ സുരക്ഷിതരാവാൻ സാധിക്കുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൊബൈൽ ഫോണിന്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പക്വതക്കുറവ് ആളുകൾക്ക് കണ്ടുവരുന്നു. ആ പക്വതക്കുറവാണ് പലപ്പോഴും നമ്മൾ രഹസ്യമായി, നിങ്ങൾ ആലോചിക്കണം, മുൻപൊരു കാലത്തൊരു മനുഷ്യനുമില്ലാത്ത സൗകര്യം സ്വകാര്യതയിൽ നമുക്ക് പുതിയ കാലത്തുണ്ട്. എത്ര വലിയ മനുഷ്യനാണെങ്കിലും അതിൽ പ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പ്രായ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് എന്തെന്നറിയോ, ഏറ്റവും അടുത്ത ഘട്ടത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ കേട്ട പല അനുഭവങ്ങളും പലപ്പോഴും 50 പിന്നിട്ട ആളുകളെ കുറിച്ചാണ്.
ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വലിയ രീതിയിൽ തെറ്റുകൾ പറ്റിപ്പോകുന്ന ആളുകൾ. എന്തേ തെറ്റ് പറ്റിപ്പോകാനുള്ള കാരണം? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഈ പറഞ്ഞ പക്വതക്കുറവാണ്. എന്താണ് പക്വതക്കുറവ്? നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുള്ള ബോധം, സ്വാധീനിക്കുന്നുള്ള ബോധം. തുടർച്ചയായി നമ്മൾ വലിയ അശ്ലീലങ്ങളൊന്നും കാണുന്നതിന് ആവശ്യമില്ല, നമ്മൾ വലിയ രീതിയിലുള്ള ഹറാമുകൾ കാണുന്ന ആവശ്യമൊന്നുമില്ല. പക്ഷേ ദീന് പറഞ്ഞ അതിർവരമ്പിൽ നിന്നും ഒരു അടി മുന്നോട്ട് വെച്ചാൽ അത് നമ്മളെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ആവശ്യമുള്ളവർ ഉപയോഗിച്ചാൽ മതി നമ്മൾ പറയുന്നത്. ആവശ്യമുള്ളവർ ഉപയോഗിച്ചാൽ മതി, അത് എല്ലാവരും ഉപയോഗിക്കൽ നിർബന്ധമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ അതിന്നാണ് എല്ലാ ന്യൂസും അപ്ഡേറ്റ് ചെയ്യാനാണ്, അതിനാണ് എല്ലാ ന്യൂസും വാർത്തകളൊക്കെ നമുക്ക് കിട്ടുക. അങ്ങനെ വാർത്ത അറിയണ്ടാന്ന്, അങ്ങനെ വാർത്തകൾ അറിയണ്ട. ഒരു നന്മകൾ അപ്പുറത്തുണ്ടാവുമ്പോഴും 1000 തിന്മകളാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കാന്നുണ്ടെങ്കിൽ അതിന് പിന്മാറുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനമാണ് യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. അതല്ലെങ്കിൽ എന്തെന്നൊരു പ്രശ്നം, ഒരു മനുഷ്യന്റെ സംതൃപ്തിയുടെ, സമാധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആധാരമാണ് യഥാർത്ഥത്തിൽ ശരീരം. ആ ശരീരത്തിലൊരു രോഗം വന്നാൽ എന്താണ് അവസ്ഥ? ഈ പെരിന്തൽമണ്ണയിലെ ആശുപത്രികളുടെ കവാടങ്ങൾ നമുക്ക് മുൻപിൽ മലക്കെ തുറക്കാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ്. ആ ആരോഗ്യാവസ്ഥയിൽ നിന്നും നമ്മൾ രോഗാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. അത് നമ്മുടെ തന്നെ ആവണമെന്നില്ല, കുടുംബത്തിലെ ആരുടെങ്കിലും ഒരാളുടെ രോഗാവസ്ഥയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ശാരീരികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഇത്തരം സംതൃപ്തികളുടെ വിഷയത്തിലും നമ്മൾ ആ ഗൗരവം സ്വീകരിക്കുന്നുണ്ടോ? ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയ ആളുകൾക്കും ഇപ്പോൾ സാധാരണ അങ്ങനെ പറയലുണ്ട്, ഇപ്പോൾ കുറേ അടുത്തായിട്ട് കുഴഞ്ഞു വീണ് മരിക്കുക, ഇരുന്നിടത്ത് നിന്ന് മരിക്കുക, ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് തന്നെ നെഞ്ചുവേനൊക്കെ ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വേദന ഉണ്ടോ എന്നൊക്കെ തോന്നും. ചിലപ്പോൾ ഉണ്ടാവും വെറുതെ ECG ഒക്കെ എടുത്തു നോക്കിയാൽ എന്നൊക്കെ തോന്നും. ഈ തോന്നലൊക്കെ എവിടെ നിന്ന് ഉണ്ടാവണം? നിങ്ങൾക്ക് തുടർച്ചയായി ആരോഗ്യത്തെക്കുറിച്ചുള്ള അനാരോഗ്യത്തെക്കുറിച്ചുള്ള അപകടങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എന്തോ ഒരു ഇൻസെക്യൂരിറ്റി. ഈ ഇൻസെക്യൂരിറ്റി യഥാർത്ഥത്തിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ലൈംഗിക വിഷയങ്ങൾ ഉണ്ടോ? അത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ അടക്കം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കേരളത്തിലടക്കം ലോകത്തെ ആകമാനമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മോർ ദാൻ 80%, 80% ആളുകളും അത്തരം കണ്ടന്റുകൾ കാണുന്ന, അത്തരം കാഴ്ചകൾ കേൾക്കുന്ന ഒക്കെയുള്ള ആളുകളാണ്. എന്തേ അങ്ങനെ ആവാനുള്ള കാരണം? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ തീരുമാനത്തിൽ ആ ഹയാത്തു ദുനിയയെയും ശൈത്താനിയത്തിനെയും എത്തരത്തിൽ കാണുന്നുവോ, എത്ര പക്വതയോടുകൂടി കണക്കാക്കുന്നുവോ, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലെ സൂക്ഷ്മത എന്നുള്ളത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? സാമ്പത്തികമായ വിശുദ്ധിയാണ്. ഞാനിത് പ്രത്യേകമായി ഇപ്പോൾ സൂചിപ്പിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം ഞാൻ തുടർച്ചയായി എൻഗേജ് ചെയ്യുന്ന ചില വിഷയങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ആളുകൾക്ക് കടം വാങ്ങാനോ EMI സാധനങ്ങൾ വാങ്ങാനോ പലിശക്ക് പണം എടുക്കാനോ ഒന്നും യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരാൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കടബാധിതനായി മാറുന്നു. എഡ്യൂക്കേഷൻ ലോൺ എന്ന പേരിൽ ചെറിയ കുട്ടികൾ മുതൽ തന്നെ ഒരു കോളേജ് പ്രായത്തിലേക്ക് എത്തുമ്പോൾ സ്വന്തമായി ഒരു 10 രൂപ ഏൺ ചെയ്യുന്നതിന് മുൻപ്, സ്വന്തമായി സമ്പാദിക്കുന്നതിന് മുൻപ് അവൻ കോടികളുടെ, ലക്ഷങ്ങളുടെ കടങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നു. എന്തേ കാരണം? എഡ്യൂക്കേഷൻ ലോണാണ്. അത് പ്രശ്നമല്ലല്ലോ, അതിൽ ഹറാമൊന്നുമില്ലല്ലോ, അത് എഡ്യൂക്കേഷൻ വേണ്ടി എടുക്കണല്ലേ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നമുക്ക്? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്തെന്നറിയോ? നമ്മൾ ഈ ഹറാമുകളെ കുറിച്ച് പറഞ്ഞതിന് മുൻപ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എത്ര പണം കിട്ടിയാലാണ് നമുക്ക് തൃപ്തിയാവുക? എത്ര പണം കിട്ടിയാലും തൃപ്തിയാവുക? ലോകത്ത് ഒരു മനുഷ്യനും ഒരു പണം കണക്കാക്കിക്കൊണ്ട് തൃപ്തി അടയാൻ സാധിക്കില്ല. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മല ലഭിച്ചാൽ അടുത്തൊരു മല അവൻ ആഗ്രഹിക്കും. സ്വർണം നിറഞ്ഞ ആ മല പിന്നെ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റൊന്ന് ആഗ്രഹിക്കും. ഒരിക്കലും ഒരു മനുഷ്യന് സാമ്പത്തികമായ ലോകത്ത് തൃപ്തി ലഭിക്കൂല. അങ്ങനെ തൃപ്തി നമുക്ക് കിട്ടില്ല. ഞാൻ ചില വ്യക്തികളുടെ പേര് പറയാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ലോകത്ത് ഇന്ന് നമ്മൾ പറയുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഒരു മനുഷ്യന് ഏറ്റവും വലിയൊരു മുതലായിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ ലോകത്ത് എന്താ വാങ്ങാൻ പറ്റുന്ന നിങ്ങൾക്ക്? എന്താ? ഒരു പ്രൈവറ്റ് ഐലൻഡാ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥലം വാങ്ങുമല്ലോ, 10 ഏക്കറും 20 ഏക്കറും 10 സെന്റൊക്കെ വാങ്ങുമല്ലോ. ഒരു പ്രൈവറ്റ് ഐലൻഡ്, സ്വന്തമായിട്ടൊരു ദ്വീപ്, അറബിക്കടലിന്റെയും അറ്റ്ലാന്റിക് കടലിന്റെയും പസഫിക് ഓഷ്യന്റെയും നടുവിലൊരു ഐലൻഡ്. അങ്ങനെ ഒരു വലിയ ദ്വീപ് സ്വന്തമായിട്ട് വാങ്ങുക, അവിടെ വലിയ റിസോർട്ടുകൾ പണിയുക. എന്നിട്ട് ഇന്ന് നമ്മൾ വാഹനങ്ങളിൽ ഏറ്റവും വില കൂടിയ വാഹനം ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? അത് ഈ പറഞ്ഞ വിമാനങ്ങളെ പോലെ തന്നെ പ്രൈവറ്റ് യോട്ടുകളാണ്. പ്രൈവറ്റ് യോട്ട്, യാച്ച് എന്നൊക്കെ നമ്മൾ പറയും, പ്രൈവറ്റ് യാച്ച്.
ഈ പ്രൈവറ്റ് യോട്ടുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളൊക്കെ വില വരുന്ന സാധനങ്ങളുണ്ട്. ഇതൊക്കെ വാങ്ങിയെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ചില മനുഷ്യന്മാരെ കുറിച്ച് നിങ്ങൾക്ക് ഇന്റർനെറ്റ് തപ്പിയാൽ കിട്ടും. ഞാൻ ആളുകളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ ആളുകളൊക്കെയും ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നേടിയിട്ട് ഈ പറഞ്ഞ സ്വന്തമായിട്ട് പ്രൈവറ്റ് ഐലൻഡും സ്വന്തമായിട്ട് ഈ പ്രൈവറ്റ് യോട്ടും ജെറ്റും വിമാനവും ഒക്കെ ഉള്ള മനുഷ്യന്മാർക്കും നമ്മളെ പോലെ തന്നെ 24 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് എന്താണെന്നറിയോ, സാമ്പത്തികമായ വിഷയത്തിൽ നമ്മൾ ഒരടി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ, പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സമാധാനത്തെ കൂടി തട്ടിച്ചു നോക്കിയിട്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു രൂപ കടം വാങ്ങുന്നുണ്ടെങ്കിൽ ആ കടത്തിനൊരു ഗൗരവമാണെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു രക്ഷിതാവിനോട് സംസാരിച്ചപ്പോൾ സ്വന്തം കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അവർ. അപ്പോൾ എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ട്? നാട്ടിൽ തരക്കേടില്ലാതെ ജീവിച്ച ആളാണ്. എന്താണ് പണി എന്തായിരുന്നു? 2 ബേക്കറി അയാൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. 2 ബേക്കറി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ 2 ബേക്കറിയും അയാൾക്ക് ഇപ്പോൾ പൂട്ടിപ്പോയൊരവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടായത്? ഇപ്പോൾ കുറച്ച് കടമുണ്ട്. എത്രയാ കടം? 83 റുപ്യ. 83 എന്ന് പറഞ്ഞാൽ നമ്മൾ 83,000 ആണല്ലോ വിചാരിക്കുക അല്ലേ? 83,000 83,000 റുപ്യ, 83 ലക്ഷം രൂപ കടാണ് അയാൾക്ക്. ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ വെറുതെ നിങ്ങൾ ചാറ്റ് ജിപിടിയോടോ ജെമിനിയോടോ നമ്മുടെ വരുമാനം ഇട്ടിട്ട് 83 ലക്ഷം രൂപ കടം തീർക്കാൻ ഒരു മനുഷ്യന് എത്ര വർഷമാണെന്ന് കണക്കാക്കി നോക്കി. ഒരു മനുഷ്യന് 2 ആയുഷ്കാലം കൊടുത്താലും കടം വീട്ടാൻ സാധിക്കില്ല സാധാരണ വരുമാനം കൊണ്ട്. പിന്നെ ഏത് മനുഷ്യൻ വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കടം വാങ്ങുന്നത്? അപ്പൊ കടം വാങ്ങുന്ന വിഷയത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ, ഒരു ശ്രദ്ധയില്ലാത്ത അവസ്ഥ, ഇത് പലപ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന യുവാക്കളിലാണ്. വല്ലാത്ത പ്രതീക്ഷയാണ് എവിടെ നിന്നൊക്കെയോ പണം അങ്ങനെ ഒഴുകി വരുന്നുള്ള പേരിൽ. അതുകൊണ്ട് എന്താ അറിയോ, എടുക്കാൻ സാധിക്കാത്ത കടങ്ങൾ വാങ്ങി പുതിയ പദ്ധതികളിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പൊട്ടിപ്പാളീസാവുമ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കണ്ടു തുടങ്ങും. പിന്നെയാണ് നമ്മൾ സാമ്പത്തികമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇവിടെ കടബാധ്യത ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ആത്മാർത്ഥമായ അൽഹംദുലില്ലാഹ് പറയേണ്ട സമയമാണ്. ആത്മാർത്ഥമായ ഒരു രൂപ കടമില്ലാതെ സമാധാനത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് അള്ളാഹു വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഇന്ത്യയുടെ കണക്ക് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യയിൽ 25,000 രൂപക്ക് മേലെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇന്ത്യയിലെ 90% ആളുകളാണ്. നിങ്ങൾ കണക്ക് പരിശോധിച്ചോളൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ 140 കോടി ജനങ്ങളിലെ ഏകദേശം 90% ആളുകളുടെയും വരുമാനം 25,000 രൂപക്ക് താഴെയാണ് എന്ന്. അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ഈ ലക്ഷങ്ങളുടെ കണക്കുകൾ പറഞ്ഞ് കടം വാങ്ങുന്നത്. അപ്പൊ എന്ത് ഈ മനുഷ്യൻ പറഞ്ഞ് ജീവിക്കല്ലേ? അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ കടത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം നമുക്കില്ലത്. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ആയത്തല്ല ഉപയോഗിച്ചത് ഈ കടത്തെക്കുറിച്ച് പറയാനാ. പക്ഷെ നമുക്കിത് വാങ്ങുമ്പോൾ യാതൊരു ഗൗരവവും ഇല്ല. എങ്ങനെ ഗൗരവമല്ല? ഇനി വാങ്ങിയെന്ന് വിചാരിക്കുക, അതൊരു സ്ഥലത്ത് എഴുതി വെക്കൂ. അത് സ്വന്തം കുടുംബക്കാരോട് ഏറ്റവും അടുത്തുള്ള ആളോട് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ടോ? അത് വീട്ടാനുള്ളൊരു വഴി കുടുംബത്തിന് കാണിച്ചു കൊടുത്തിട്ടാണോ നാളെ നമ്മൾ മരണപ്പെടുക? അങ്ങനെയൊന്നും ചിന്തല്ല. ഇപ്പോഴത്തെ കാര്യം നടന്നു പോകണം. അതുകൊണ്ട് എന്തെന്നറിയോ നിങ്ങൾക്ക്, സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചും EMI കുറിച്ചൊക്കെ പറയുമ്പോൾ പറയല്, EMI എടുക്കാൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലെ മുഴുവൻ സാധനങ്ങളും അയാൾക്ക് മുഴുവൻ ഫ്രീയാണ്. എന്തേ? സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തില്ലല്ലോ വാങ്ങണത്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടുള്ള എന്ത് ഡൗൺ പേയ്മെന്റ് പറഞ്ഞാലും, എത്ര തന്നെ അഷുറൻസ് പറഞ്ഞാലും, സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവാക്കി വാങ്ങാത്ത ഒരു മുതലും യഥാർത്ഥത്തിൽ ഹലാലാവൂല. അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ EMI ഈ പണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ സാങ്കേതികതയെ കുറിച്ചോ ഫിഖ്ഹിനെ കുറിച്ചോ പറയാൻ വേണ്ടി അല്ലത് പറയുന്നത്. പക്ഷെ മനുഷ്യന്മാർക്ക് അതിനെക്കുറിച്ചുള്ള ഗൗരവം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളിത് അനിവാര്യമായും ആളുകളോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ നല്ല ഓർമ്മ ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ ദിവസം മരണം അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിലൊരു വ്യക്തി ഒരു ചിട്ടി കൂടിയിട്ടുണ്ട്. 10 ആളുകൾ അടങ്ങുന്ന ചിട്ടിയിൽ 9 ആളുകളും പണം അടച്ചു പോകുന്നത്. ഈ മനുഷ്യൻ മരണപ്പെട്ടതോട് കൂടിയിട്ട് കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഈ ചിട്ടി നടത്തുന്ന ആളുകൾ അയാൾക്ക് ചോദിച്ചിട്ടില്ല, അയാളുടെ കുടുംബത്തോട് ചോദിച്ചിട്ടില്ല. 4-5 മാസമായിട്ട് പിന്നെ ചോദിക്കുമ്പോൾ മക്കൾ പറയുന്നത് എന്താണെന്നറിയോ, വാപ്പ ആവശ്യത്തിൽ കൂടുതൽ കടം അല്ലാത്തതുണ്ടാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ചിട്ടി കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ചിട്ടി കിട്ടിയിട്ട് ഇനി വേറൊരു പദ്ധതി കൂടിയുള്ള ആവതില്ല നമ്മൾ പറയില്ലേ. ഇതാണ് മിക്കവാറും സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് സാമ്പത്തികമായി നമുക്ക് തൃപ്തി വരാനുള്ള ഒരേ ഒരു മാർഗം ദീനിയായി ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ദീൻ എപ്പോഴേ അനിവാര്യമാണെന്ന് അറിയോ? ദീൻ എപ്പോഴേ അനിവാര്യം എന്നറിയോ? അയാൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ്. ജീവിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ മരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ദീൻ ആവശ്യമില്ല. അതുകൊണ്ട് എന്തേ നമ്മളിപ്പോൾ ഈ ഖുർആന്റെ അധ്യാപനങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, ഖുർആൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, നമ്മൾ ഉത്ബോധനങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കുന്ന കേൾവികൾ ഉപദേശമല്ല, ഉത്ബോധനമല്ല. നമ്മൾ കേൾക്കുന്ന കേൾവികൾ എന്ന് പറയുന്നത് അത് അള്ളാഹു നമ്മളെ നേരായ മാർഗത്തിൽ നയിക്കലാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ആദം അലൈഹി ഇസ്ലാമയെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി കഥ പറയണില്ലേ? ആ സമയത്ത് ഖുർആൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കി. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُمْ مِنِّي
ഹുദാ ഫമൻ തബിഅ ഹുദായി ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്തേ ഖുർആൻ പറഞ്ഞത്? ആദം അലൈഹി ഇസ്ലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അല്ലാഹ് പറയണാണ് ഫഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കോളി. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, അല്ലാഹുവിന്റെ അടുക്കുന്ന ഒരു ഹുദ വരുമ്പോൾ, സന്മാർഗം വരുമ്പോൾ, ഫമൻ തബിഅ ഹുദായി, ആരെ ഖുർആൻ ക്ലാസ്സിന് വരുന്നത്, ആരെ QHLS പങ്കെടുക്കുന്നത്, ആരെ ദീനിയായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്, അവരെ കുറിച്ച് അല്ലാഹ് പറയുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ജീവിതത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും, ദുഃഖവും ഭയമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ജീവിതത്തിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ട അടിസ്ഥാന ഘടകം. അവിടെ ഈ ദീനിന്റെ സാമ്പത്തികമായ അച്ചടക്കം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? പലിശ എടുക്കുന്ന ആളുകൾ പല ന്യായങ്ങളാണ്. ഗതികേടുകൊണ്ട് എടുത്തതാണ്, അത് തരം കിട്ടാത്തതുകൊണ്ട് എടുത്താണ്, കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കൂടിപ്പോയതാണ്, വീടിന് വേണ്ടി എടുത്തതാണ്, എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞ സഹോദരങ്ങളെ, ദീനിന്റെ പരിധിയിൽ നിന്നും ഒരു അടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുവോ? ഇത് അള്ളാന്റെ വിധിയിലൊക്കെയാണ്. അതുകൊണ്ട് അത് പരിധി വിട്ട് പോകുന്ന ഏതൊരാളുടെയും ഭൗതികമായ ന്യായങ്ങൾ നിലനിൽക്കൂല എന്നുള്ളതാണ്. ഇത് നമുക്ക് നല്ലൊരു ഓർമ്മ നമുക്കുണ്ടാവണം. അതുകൊണ്ട് സാമ്പത്തികമായ ജീവിതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നല്ല അച്ചടക്കം ഞാനും നിങ്ങളും എല്ലാം പാലിക്കേണ്ട ഒരു അനിവാര്യത പുതിയ കാലഘട്ടത്തിലുണ്ട്. നമുക്ക് ജീവിതത്തിൽ മതിയാവാത്തത്രയും സാധനങ്ങൾ പുറത്തുണ്ട്. അതുകൊണ്ട് അതെല്ലാം വാങ്ങിക്കൂട്ടി ജീവിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു വിഷയത്തെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, ദുനിയാവിലെ ജീവിതത്തെ നമ്മൾ വഴിതെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് ശൈത്താനിയത്താന്ന് പറഞ്ഞല്ലോ. ഈ ശൈത്താനിയത്തെ എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെയല്ല പ്രവർത്തിക്കുക, എല്ലാ കാലത്തും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ഏറ്റവും ആദ്യ ഘട്ടത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കി നോക്കുക. അവിടെ പ്രവാചകൻ തൻ്റെ കുടുംബത്തോട് പ്രബോധനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആരെ എതിർപക്ഷത്തുള്ളത്? അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, മറ്റ് പല ഖുറൈശി നേതാക്കന്മാരുണ്ട്. പക്ഷേ ഈ ആളുകളൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങളും അള്ളാഹനെ ആരാധിക്കുന്നുണ്ട്, പക്ഷേ മറ്റു ചില ആളുകളെ കൂടി ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. ഷിർക്കിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം അവിടെയാണ് വന്നത് അല്ലേ. അള്ളാഹനെ ആരാധിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ചില ആളുകളെ കൂടി കൂടെ വെക്കണം, അവരെല്ലാവരും ഞങ്ങൾ അള്ളായിട്ട് കണക്കാക്കില്ല. നേരത്തെ ആജ്മലി പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ളൊരു ഷിർക്കിന്റെ വശമായിരുന്നു പണ്ട് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ പുതിയ കാലത്ത് നമ്മളൊക്കെ പലപ്പോഴും സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മളൊക്കെ തൗഹീദിലാണെന്നുള്ളതാണ്. നമ്മളെല്ലാ വക്തിനും പള്ളിക്ക് എത്തുന്ന, എല്ലാ ജുമാക്കും നല്ല മലയാളം ഖുതുബ കേൾക്കുന്ന, ദീനിയായി ഈ ഒരു കേരളത്തിന്റെ പ്രാസ്ഥാനിക ചരിത്രം പരിശോധിക്കുന്നിടത്ത് നവോത്ഥാന ചരിത്രത്തിലെ കൃത്യമായ ഏടുകൾ പിന്നിട്ട് ആ ഒരു കൂട്ടായ്മയിൽ നിൽക്കാൻ സാധിക്കുന്ന ആളുകളാണ്, അഭിമാനിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം, പുതിയ കാലത്ത് ശൈത്താൻ നമ്മുടെ അടുക്കളേക്ക് വരുന്ന രൂപം ഏതാണ്? അതിനാണ് നമ്മൾ പുതിയ കാലത്ത് പല പേരിട്ട് വിളിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾ പോയി ചോദിച്ചു നോക്കണം. പലപ്പോഴും ദീന് പറയാനുള്ള ഭാഷ ആളുകൾക്ക് അറിയുന്നില്ല. എന്ത് ഭാഷയിൽ ആളുകൾ ദീന് സംസാരിക്കണം? ദീൻ ഇപ്പോഴും നമ്മൾ പഴയ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തേ ദീനെ കുറിച്ച് സംസാരിക്കുന്നത്? അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെട്ടിട്ടില്ല. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൽ എന്താ കിട്ടാൻ നമുക്ക് അറിയില്ല. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ എന്തേ അനുഭവിക്കാൻ നമുക്കറിയില്ല. ഇങ്ങനെയുള്ളൊരു ദീനാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ നമ്മൾ ശൈത്താനിയത്തിന് വശംവദരായി പോകും. അതുകൊണ്ട് ആത്മാർത്ഥമായി ദീനിനെ ഒന്ന് പഠിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതില്ലെങ്കിൽ എന്തേ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ലിബറലിസം എന്ന് പറഞ്ഞൊരു ചിത്രത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയലുണ്ട്, ഒരു ആശയത്തെക്കുറിച്ച് പറയലുണ്ട്. പുതിയ കാലത്ത് മതങ്ങളെ എതിർക്കുന്നവരല്ല, മറിച്ച് മതത്തിന് അതീതമായി ചിന്തിക്കുന്നവരാണെന്നാണ് ഇവർ പറയാം. ഞങ്ങൾക്ക് മതമല്ല ആവശ്യം, മതമല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ പറഞ്ഞത് അറിയോ? മതത്തിനതീതമായ മനുഷ്യ ജീവിതം ഞങ്ങൾ കാണുന്നതാണ്. ഒരു ചുക്കും കാണാൻ പറ്റൂല. മതത്തിനതീതമായതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓരോ വ്യക്തികളുടെയും വ്യക്തി ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കി നോക്കണം. നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലിബറൽ വാദികളും ഈ പറഞ്ഞ യുക്തിവാദികളും നിരീശ്വരവാദികളും എത്രത്തോളമാണ് പുതുതലമുറയെ വഴിതെറ്റിക്കുന്നത്. സഹോദരങ്ങളെ, എന്താണ് ദീനും അള്ളാഹുവിൻ്റെ ഈ ഹിദായത്തും അതും നമ്മളെ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? അള്ളാഹിനെ ബോധ്യപ്പെടാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളും യുക്തിവാദിയും ഒരുപോലെയാണ്. എന്തേ? യുക്തിവാദിക്ക് പുതിയ കാലത്തെ ശാസ്ത്രമാണ് ദൈവമെങ്കിൽ നമുക്ക് നമ്മുടെ ഹവയാണ് ദൈവം. അത്രയുള്ള വ്യത്യാസം. അള്ളാഹുവിനെ ബോധ്യപ്പെടാതെ ഒരിക്കലും നമ്മുടെ ഉസൂല് കറക്റ്റ് ആവൂല, നമ്മുടെ അടിസ്ഥാനം അഖീദ കറക്റ്റ് ആവില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ എങ്ങനെ ബോധ്യപ്പെടണം നമുക്ക് ശരിക്കും പഠിക്കാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ വലിയൊരു സംവാദമാണ്. നിങ്ങൾ എത്ര ആൾക്കാർ അറിഞ്ഞു എനിക്കറിയില്ല. ഭയങ്കര സംവാദമായിരുന്നു. ജാവേദ് അക്തർ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദിയുമായിട്ടാണ് സംസാരം. ഷമായിൽ നദ്വി എന്ന പണ്ഡിതനാണ് അദ്ദേഹമായിട്ടുള്ള ഡിബേറ്റ് നടത്തിയത്. ഞാൻ ആ ഡിബേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ആ ഡിബേറ്റ് ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആളുകൾക്കുണ്ടല്ലോ അള്ളാഹിനെ ബോധ്യപ്പെടാതിരിക്കാനുള്ള കാരണം പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, അന്തല്ലായ്മ കൊണ്ടാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബേസിക് ആയ ധാരണ പോലും മനുഷ്യനില്ല.
ഭയങ്കര യുക്തിവാദി കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളെ റബ്ബ് ഇങ്ങനെ ഭയങ്കര കഴിവുള്ള ആളാന്നൊക്കെ പറയണില്ലേ, പിന്നെ എന്താ ഫലസ്തീനത്തെ കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾക്കൊക്കെ എന്താ അസുഖങ്ങൾ? അപ്പം നമ്മളിങ്ങനെ ഇപ്പുറത്തുനിന്ന് ആലോചിക്കുക, പഠിച്ചോണ്ട് ഇത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരാണോ നമ്മുടെ മുമ്പിൽ എതിരാളികളെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്റെ സുഹൃത്തുക്കളെ പറ്റിയത് അള്ളാഹിനെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ധാരണയാണ് അള്ളാഹു ഭൗതികമായ നമ്മുടെ പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറത്തുള്ളതാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. അതാണ് നമ്മൾ പറയുന്നത്. എന്തേ അങ്ങനെ അഭൗതികമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലോ ഓഫ് കണ്ടിജൻസി, നമ്മൾ അക്കാഡമിക ഭാഷയിൽ പറയും കണ്ടിജൻസി ആർഗ്യുമെന്റ്. ആ കണ്ടിജൻസി ആർഗ്യുമെന്റ് ആണ് ആ സംവാദത്തിൽ മുഴുവനുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഷമായിൽ നദവി ആ മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കണം. എന്താ അറിയോ? കണ്ടിജൻസി ആർഗ്യുമെന്റിനെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ ദൈവത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണമാണത്, ഒരു വാദമാണത്. എന്താണ് ആ വാദം? ലോ ഓഫ് കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടാക്കപ്പെട്ടതാണ്. എന്ത് ഉണ്ടാക്കപ്പെട്ടത് പറയാനുള്ള കാരണം സ്വാഭാവികത നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ തൊട്ട് മുൻപിലുള്ള ഈ മൈക്കോ ഈ ക്യാമറയോ വെറുതെ ഉണ്ടാവില്ല എന്നാണെങ്കിൽ നമ്മളും വെറുതെ ഉണ്ടാവില്ല. ഇതൊരു ബേസിക് ഹ്യൂമൻ കോമൺ സെൻസ് ആണ്, ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഈ ചിത്രത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാനെ കണ്ടെത്തുന്നത്. എവിടെയാണ് അള്ളാനെ കണ്ടെത്തുന്നത്? നമ്മളടങ്ങുന്ന ഈ ഭൗതിക ശരീരത്തിലെ ഓരോ ഘട്ടങ്ങളെയും അള്ളാഹു ഓരോ പ്രായത്തിലും കൃത്യമായി സംവിധാനിച്ചു, അല്ലേ? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ പറയുമല്ലോ, ഏറ്റവും തുടക്കം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബാണ് നമ്മൾ പറയുക, റബ്ബ് രക്ഷിതാവാണെന്ന്. എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സസ്റ്റെയിനർ ആണെന്നാണ്. സസ്റ്റെയിനർ, അള്ളാഹു നിലനിർത്തുന്ന ആളാണ്. രക്ഷിതാവാണ്. ഓരോ ഘട്ടത്തിലും ആവശ്യങ്ങൾ തരുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മുടെ ജീവിതം ഒന്നാമത്തെ തെളിവാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമി തെളിവാണ്. ആലമീൻ, ഈ ഭൂമി അല്ലാതെ മനുഷ്യൻ ഇന്ന് കേൾക്കാത്ത, അറിയാത്ത, കാണാത്ത എന്തെല്ലാം ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ടോ അതൊക്കെയും അള്ളാന്റെ പരിധിയിൽ വന്നാണ്. ദ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ്, എല്ലാം. കാൾ സാഗൻ എന്ന് പറയുന്ന അമേരിക്കയിൽ വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രം എഴുതുമ്പോൾ ആ ജീവചരിത്രകാരൻ എഴുതുന്ന ഒരു വാക്കുണ്ട്, സംതിങ് സംവേർ ഇൻക്രെഡിബിൾ ഈസ് വെയിറ്റിംഗ് ടു ബി നോൺ. എന്തോ ഒരു നമുക്ക് ഇന്നേ വരെ അറിയാത്ത എന്തോ ഒരു വസ്തു നമ്മളെ കാത്തെവിടെയോ നിൽക്കുന്നുണ്ട് എന്നൊരു ബോധം. അതെവിടെ നിന്ന് ഉണ്ടാവുന്നത്? എക്സോബയോളജിക്കൽ പ്ലാനറ്റുകളെ കുറിച്ചാണ് ചർച്ച. ഭൂമിയില്ലാത്ത, ഭൂമിയിലല്ലാത്ത ജീവിതങ്ങളെക്കുറിച്ച്, ഏലിയൻസിനെ കുറിച്ച് വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ നമ്മൾ അറിയണില്ല ആ പഠനങ്ങളൊന്നും. നമ്മുടെ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയോ നോക്കുമ്പോഴും മാർസിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോഴൊക്കെ ആ പഠനങ്ങൾ മുന്നോട്ട് പോകണം. എന്തിനെ കുറിച്ചാ? ഈ പറഞ്ഞ ഭൗതികമായ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിന്റെ അതിരുകളെ കുറിച്ചാണ്. ആ അതിരുകളില്ല എന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കുന്നത്. എന്തേ? ഈ പറഞ്ഞ എല്ലാ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ സാധനങ്ങളെയും ആരുണ്ടാക്കി? ആരാണ് ഇത് ഇത്ര വിശാലമായി സംവിധാനിച്ചത്? ഈ ഒരു ചോദ്യം നമ്മൾ കൃത്യമായും ചോദിക്കണം. ആ ചോദ്യത്തിന് 2 ഘട്ടങ്ങളുണ്ട്. എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നല്ലോ, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും വബഥ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅ فأنبتنا فيها من كل زوج كريم خلق السماوات بغير عمد ترونها. ആകാശലോകങ്ങളെക്കുറിച്ച് പ്രസ്താവ്യമായി നിങ്ങൾക്കൊന്നും പറയാൻ സാധിക്കില്ല. എൻ്റെ സുഹൃത്തുക്കളെ, ആകാശം എന്ന് പറഞ്ഞാൽ സ്കൈ നമ്മൾ പറയാം. ആകാശങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയാം. അപ്പൊ സ്കൈസ് എന്നാണോ പറയാ? അല്ല, സ്ട്രാറ്റസ് എന്ന് പറയാം. ശാസ്ത്രലോകത്ത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൗതിക ഈ പറഞ്ഞ ഭൂമി ഉണ്ടല്ലോ, ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 40 കിലോമീറ്ററാണ് അന്തരീക്ഷം ഉള്ളത്. നമ്മൾ സാധാരണ വിമാനമൊക്കെ പറക്കാൻ സ്ട്രാറ്റോസ്ഫിയർ കൂടിയാണ്. റേഡിയേഷൻസും റേഡിയോളജി നമ്മൾ ഈ പറഞ്ഞ ഈ തരംഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ പോകുന്നതൊക്കെ ഈ പറഞ്ഞ ഓരോ അന്തരീക്ഷത്തിന്റെ ഘട്ടത്തിലൂടെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് എത്രയോ ദൂരത്തേക്കാണ് നമ്മൾ പറയുന്ന ഈ പറഞ്ഞ സ്പേസ് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. സ്പേസ്, ആ പറഞ്ഞ സ്പേസിലും പുറത്താണ് നമ്മൾ ഈ പറയുന്ന ഗ്രഹങ്ങളും ഒക്കെ ഉള്ളത്. കെപ്ലർ എന്നൊക്കെ പറഞ്ഞ പ്ലാനറ്റുകളുണ്ട്. ഈ നമ്മൾ പറഞ്ഞ സൗരയൂഥത്തിൻ്റെയും പുറത്ത് മറ്റു കുറേ പ്ലാനറ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, ഇതിനെയെല്ലാം ഒരു തൂണില്ലാതെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇത് ശരിക്കും നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമുക്ക് സ്വയം ബോധ്യപ്പെടണം. അങ്ങനെ അള്ളാഹ് പറഞ്ഞതൊക്കെ അങ്ങനെ പറയട്ടോ. മഴയില്ലാത്ത സമയത്ത്, കഴിഞ്ഞ ദിവസം പാലക്കാടൊക്കെ മഴ പെയ്തിട്ടുണ്ട്. നമ്മളെ കൺട്രോളിലല്ലോ. കുറെ പേര് പറയാം ക്ലൗഡ് സീഡിങ് ഉണ്ടല്ലോ എന്നൊക്കെയാണ്. ക്ലൗഡ് സീഡിങ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മഴ പെയ്യിക്കും. അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര രസം. ആളുകൾക്ക് ഇപ്പോഴും ഈ കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന്. ഇതിന് പ്രത്യേകിച്ച് മോൾഡ് അള്ളാഹ്ക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ണ് ഇവിടെ വരണം അള്ളാഹ് നിശ്ചയിച്ചതാ. അത് ഇവിടുത്തെ ഏതെങ്കിലും സയന്റിസ്റ്റ് നിശ്ചയിച്ചതല്ല. ശ്വാസം വലിക്കുമ്പോൾ അത് ലങ്സ്ക്കാ പോകേണ്ടത് അള്ളാഹ് നിശ്ചയിച്ചതാ. അത് ഇവിടുത്തെ ആരെങ്കിലും നിശ്ചയിച്ചതല്ല. അതിനൊരു മാറ്റം
ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അവിടെയാണ് ഈ പറഞ്ഞ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹ് അവസാനം ചോദിക്കുന്നുണ്ട്, ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ഹാദാ ഖൽഖുല്ലാഹ്, ഇതാണ് അള്ളാഹ് ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇത് ഈ പറഞ്ഞ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന അനുഭവിക്കുന്ന ചില ആൾക്കാർ ചോദിക്കില്ല അള്ളാഹിനെ കണ്ടിട്ടുണ്ടോന്ന്. അള്ളാഹിനെ കാണേണ്ട കാര്യമില്ല. ഹാദാ ഖൽഖുല്ലാഹ്, അള്ളാഹ് ഉണ്ടാക്കിയ സാധനം അങ്ങനെ കാണണം. അപ്പം എന്തെന്ന് അറിയോ, സാധാരണ ഇമാം ഷാഫി റഹ്മത്തുള്ളയെ കുറിച്ച് പറയുന്നൊരു വർത്താനുണ്ട്. ഷാഫി റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നത്, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. കിതാബിൽ പറയുന്നൊരു വല്ലാത്തൊരു വചനമുണ്ട്. ഈ മരുഭൂമിയിൽ കാൽപ്പാടുകൾ കാണുമ്പോൾ ആ കാൽപ്പാടുകളുടെ പിൻഗാമിയെ തേടിപ്പോവുമല്ലോ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എത്തിച്ച ഈ ഘട്ടത്തിൽ നിന്നും നമ്മുടെ ചരിത്രത്തെ തിരഞ്ഞെന്ന് പോയാൽ മതി. നമ്മളെ വാപ്പാരക്കെത്തും, നമ്മുടെ വെല്ലിപ്പാരക്കെത്തും, ഇങ്ങനെ പോകും. അതിങ്ങനെ പോയി 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 ഭൂമിയുടെ തുടക്കത്തിൽ കണ്ടെത്തും. ഭൂമിയുടെ തുടക്കത്തിൽ നമ്മുടെ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നിങ്ങൾക്കത് ശാസ്ത്രീയമായി നമ്മൾ സാധാരണ പറയും. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറയുന്ന സമയമാണ്. ഇങ്ങനെ ഭൂമിയൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്നൊക്കെ പറയുമല്ലോ. പക്ഷെ അവിടെ എത്തി നിൽക്കുമ്പോണ്ടല്ലോ യുക്തിവാദി നിരീശ്വരവാദിയൊക്കെ നിൽക്കും, ശരിക്കും നിൽക്കും സുഹൃത്തുക്കളെ, ശരിക്കും നിൽക്കും. നിങ്ങൾ ഈ ലോകത്തുള്ള ഏത് യുക്തിവാദവും നിരീശ്വരവാദവും ചോദിച്ചോളി, അവരെന്താണ് പറയാ, ഞങ്ങൾ ആഗ്നോസ്റ്റിക് എന്നാണ്, ഞങ്ങൾക്ക് അറിയില്ല. അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മളെ അഹങ്കാരത്തിന് യാതൊരു കുറവുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒന്നും നമുക്ക് അറിയില്ല, പക്ഷേ അഹങ്കാരം ഞങ്ങൾ ആവശ്യത്തിന് ഇറക്കുന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ ഇവർ പഠിക്കുന്നത്. ഈ പറഞ്ഞ വിഷയത്തിന്റെ ഈ പറഞ്ഞ ഭൗതികമായി നമ്മൾ പറയുന്ന തുടക്കമുണ്ടല്ലോ, ആ തുടക്കത്തിൽ പിന്നെ ആരാളുള്ളത്? അത് നമ്മൾ നെസസറി എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്നൊക്കെ പറയും. ഇതൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനൊരു തുടക്കമില്ലെങ്കിൽ, ആ തുടക്കമില്ലാതെ ഈ സാധനം ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല, ഇതൊന്നും നിലനിൽക്കൂല. ആ തുടക്കം എവിടെ നിന്ന്? ആ ചോദ്യത്തിന് ഉത്തരമാണ് അള്ളാഹ് എന്നുള്ളത്. ആ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ചോദിക്കുകയാണ്, അള്ളാഹിനെ ആരുണ്ടാക്കി? എന്തേ ആ ചോദ്യത്തിന്റെ ഉത്തരം? ഇതെന്തെന്നറിയോ, ഈ പറഞ്ഞ ഭൂമിയെക്കുറിച്ചുള്ള, നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ മരണത്തെക്കുറിച്ചൊന്നുമില്ല ഒരു ബോധം പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തെന്നറിയോ, നമ്മൾ അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെട്ടു തുടങ്ങുന്ന അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ഈ ഹിദായത്ത് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഓതുന്ന ഖുർആനൊക്കെ നമുക്ക് ശരിക്കും മനസ്സിൽ കണ്ട് തട്ടുള്ളൂ. ഇനിയോ ആ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അള്ളാഹ് തന്ന നിയമങ്ങളും കൂടി ഉണ്ടല്ലോ. ആ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെയും നമുക്ക് ഈ ഒരു ഗഫ്ലത്ത് കാണാൻ സാധിക്കും, അശ്രദ്ധ, അതല്ലെങ്കിൽ കൃത്യമായ അവഗണന കാണാൻ സാധിക്കും, അറഗൻസ് എന്നുള്ളത് കാണാൻ സാധിക്കും. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് അവൻ്റെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് തടസ്സമാകുമ്പോഴാണ് അവൻ അതിനെ എതിർക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ട്രെൻഡാണ് കല്യാണത്തിനെതിരെയുള്ള വലിയ സാധനം, ഗാമോഫോബിയ എന്നൊക്കെ പറയാം. കല്യാണം വേണ്ട, ചെറുപ്പക്കാരായ പെൺകുട്ടികളും ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ് കല്യാണം വേണ്ട, കല്യാണം പ്രശ്നമാണ്, കല്യാണം അല്ലാതെ ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കണം. എന്തേ കാരണം അറിയാം? നിങ്ങൾക്ക് ഒറ്റ കാരണമുള്ളൂ, കല്യാണം പലതിനും തടസ്സമാണ്, വിവാഹം പലതിനും തടസ്സമാണ്, കുടുംബജീവിതം പലതിനും തടസ്സമാണ്. എന്തേ മതത്തെ ആൾക്കാർ ഇങ്ങനെ എതിർക്കുന്നത്? എന്താ ഇസ്ലാമിന് ഇത്ര പ്രശ്നം? ഈ ലോകത്ത് ഈ കണ്ട മനുഷ്യന്മാരൊക്കെ ദീനിയായി ജീവിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത്? മതം പലതിനും തടസ്സമാണ്. അത് അവിടെ നിൽക്കൂല. ഇനിയിപ്പോൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയവും പലതിനും തടസ്സമായിരിക്കും. ഈ ചിന്ത വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ സുഖങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഇമ്പോർട്ടൻസ് സുഖങ്ങൾക്ക് കൊടുക്കാത്ത ആളുകളെയാണ് നമ്മൾ വിശ്വാസികൾ എന്ന് പറയാം. വളരെ സിമ്പിളാണത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിന് സന്തുലിതയെയും സ്രഷ്ടാവിന്റെ ചിന്തകളെയും നൽകുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസിയാവണത്. അതാണ് ഖുർആൻ പറഞ്ഞത്, فأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ഹവയെ മാറ്റി നിർത്തി ജീവിതത്തെ ഒന്ന് കൃത്യമാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ കാര്യമാണ് എന്ത്? അതുകൊണ്ട് എന്തെന്നറിയോ, ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് കടക്കുമ്പോഴും ദീനിനെ നമ്മൾ തട്ടിച്ചു നോക്കണം. അതല്ലെങ്കിൽ നമ്മളൊക്കെ ലിബറൽ ചിന്തയിലേക്ക് പോകും. ഞാൻ ഇങ്ങനെ സാധാരണ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ പറയലുണ്ട്, സഹോദരങ്ങളെ, നമ്മുടെ വസ്ത്രം ആരാ നിശ്ചയിച്ചത്? നമ്മളെ വസ്ത്രം നിശ്ചയിക്കുന്നിടത്ത് നമ്മളാണെന്ന് നിശ്ചയിച്ചതെങ്കിൽ ഇവിടെയുള്ള 100 ആൾക്ക് 100 വസ്ത്രം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവുക. നമ്മുടെ വസ്ത്രങ്ങളിൽ ഇപ്പോൾ ഇവിടെ പുതിയ കാലത്തുണ്ടല്ലോ ഹിജാബ് ഭയങ്കര പ്രശ്നമാണ്. എന്തിനാ അപ്പം മുട്ടിന് താഴെ പാൻറ്റിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ എന്തിനാ എങ്ങനെ ധരിക്കുന്നത്? നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾക്ക് താടി എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഒരു ആശയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം തീരുമാനം, അവനവൻ്റെ തീരുമാനം. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന വസ്ത്രം നമ്മുടെ തീരുമാനമാണെങ്കിൽ തൊട്ടപ്പുറത്ത് വസ്ത്രം ഇടാത്ത ഒരാളുണ്ടല്ലോ, അയാളുടെ തീരുമാനം അത് അയാളുടെ തീരുമാനമാണ്. നമ്മളും അയാളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ രണ്ടുപേരും തീരുമാനം മാത്രം. നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയൊരു നിയമം വേണം, അതൊരു അനിവാര്യതയാണ്. ഇവിടെ DJ പാർട്ടിക്ക് പോണ ഒരാൾ
നമ്മൾ പറയണം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പോകാതിരിക്കുകയാണ്, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഈ സൗണ്ടും ബഹളമൊക്കെ ഇഷ്ടമല്ല. ഇത് പറഞ്ഞ ഒരാൾ അയാളുടെ തീരുമാനം കൊണ്ടാണ് പോകാതിരിക്കുന്നത്. ഓക്കെ, ഇനി അവിടെ പോണ ഒരാളുണ്ടല്ലോ, അയാൾ പറഞ്ഞാൽ അറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഈ സൗണ്ടും ഡാൻസൊക്കെയാണ് വേണ്ടത്. അയാൾ എന്താണ് ചെയ്യണത്? അയാൾ ഇഷ്ടം കൊണ്ടാണ്, തീരുമാനം കൊണ്ടാണ്. നമ്മുടെയും അവൻ്റെയും തീരുമാനത്തിന്റെ നടുവിൽ അള്ള വരുമ്പോഴാണ് നമ്മൾ വിശ്വാസിയും അയാൾ അവിശ്വാസിയാവണത്. ഇതാണ് വളരെ ബേസിക് ആയ ലോജിക്. ദീനിൽ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഉറച്ചു നിൽക്കണം ചോദിച്ചാൽ നമ്മുടെ തീരുമാനങ്ങൾക്കപ്പുറം നമ്മൾ അള്ളാന്റെ തീരുമാനത്തെ വെക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത് ഫലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അള്ളാഹുവിനെ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്ക് മേലെ വെക്കുക. അതാണ് നമ്മൾ ഓരോ തവണയും അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ പറയുന്നത്. ഓരോ തവണ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹു എന്ന് കേൾക്കുന്നത്. ഇതൊക്കെയും അള്ളാഹു അക്ബർ, ഏറ്റവും വലുത് എനിക്ക് അള്ളയാണ് തീരുമാനത്തിന്റെ മേലെ. ഇത് തീരുമാനിക്കും എന്തെന്നറിയോ, നമ്മളെ പഠനം കറക്റ്റാവും. ഇവിടെ വിദ്യാർത്ഥികളുണ്ട്, പഠനം കറക്റ്റാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കറക്റ്റാവും. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള തീരുമാനം നമ്മുടേതാണെങ്കിൽ നമ്മളും ഇവിടെ ഹറാമ് ചെയ്യേണ്ട ആൾ തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ പലിശക്ക് എടുക്കുമ്പോൾ നമ്മൾ പറയാണ് അത് എൻ്റെ തീരുമാനമാണ്, എനിക്കത് ദീന് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പുറത്ത് ഇതേ പണം കണ്ടെത്താൻ ഒരാൾ മോഷ്ടിച്ചു, അയാൾ പറയാണ് എൻ്റെ തീരുമാനമാണ്, എനിക്ക് മോഷ്ടിക്കാറ് പറ്റില്ല. പറഞ്ഞാൽ എൻ്റെയും അവൻ്റെയും തീരുമാനത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ആകെ വ്യത്യാസം എനിക്ക് പിടിക്കപ്പെടുന്നുള്ള പേടിയുണ്ടെന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുണ്ടല്ലോ. ഈ വ്യത്യാസമല്ല നമ്മളും അവിശ്വാസികളും തമ്മിലുള്ളത്, നമ്മൾ ലിബറലുകളും തമ്മിലുള്ളത്. അതുകൊണ്ട് എന്താണെന്നറിയോ, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇത് ക്ലിയർ ആക്കണം. നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ എന്തെല്ലാം ആഘോഷങ്ങളാണ്. ഈ പറഞ്ഞ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ പോലും ഇത്ര ആളുകളല്ലല്ലോ പങ്കെടുക്കുക ഇവിടെ DJ പാർട്ടി വെച്ചാൽ. എന്തേ കാരണം? അവിടെ എന്തുകൊണ്ടേ കൗമെത്താനുള്ള കാരണം അള്ളാന്റെ തീരുമാനങ്ങളെ മറക്കുന്നിടത്ത് സ്വന്തം തീരുമാനങ്ങളെ മേലെ വെച്ചോണ്ടാണ്. അവിടെ പള്ളിയിലേക്ക് രാവിലെ സുബഹിക്ക് നമസ്കരിക്കാൻ വരുന്ന ഒരാള് തീരുമാനങ്ങൾക്ക് മേലെ, സ്വന്തം സന്തോഷങ്ങൾക്ക് മേലെ, രാവിലെ പുതപ്പ് മൂടുന്നതിന് മേലെ അള്ളാനെ വെച്ചുകൊണ്ടാണ് അവിടെ എത്തുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ വിശ്വാസിയാക്കുന്നത്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. അതുകൊണ്ടാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇന്നനി മിനൽ മുസ്ലിമീൻ പറയണമെന്നാണ് പറഞ്ഞത്. അതൊരു അഭിമാനമാണെന്നാണ് പറഞ്ഞത്. അത് നമ്മളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൽ നമുക്ക് അഭിമാനം ഉണ്ടാവണം. നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപെടലുകളിൽ, നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷങ്ങളിൽ, അനുഗ്രഹങ്ങളിൽ, നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ, നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ധരിക്കുന്ന വസ്ത്രത്തിൽ ഒക്കെ അതുണ്ടാവണം, എല്ലാത്തിലും അതുണ്ടാവണം. അങ്ങനെ ഉണ്ടാവും എന്നറിയോ, നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മിമ്മൻ ദആ ഇലല്ലാഹി വഅമല സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. അതല്ലെങ്കിൽ എന്തെന്നറിയോ, നേരത്തെ ആദ്യം പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ലോകത്ത് പല ആൾക്കാരുടെ ലക്ഷ്യം പോലെ നമുക്കൊരു ലക്ഷ്യം എന്ന് മാത്രമായിരിക്കും. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ അനിവാര്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ദീനിൽ ചില ഉപാധികൾ വെച്ചിട്ടുള്ളത്, ചില ഇബാദത്തുകളൊക്കെ വെച്ചിട്ടുള്ളത്. ആ ഇബാദത്തുകൾ തള്ളിക്കളയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ എല്ലാത്തിനും എത്തുക. നമ്മൾ കുട്ടികളോടൊക്കെ പറയുമ്പോൾ പറയുമല്ലോ, ഇപ്പം നിങ്ങൾ വീട്ടിലെ അനിയന്മാരോ അല്ലെങ്കിൽ നിങ്ങളെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം, ഇബാദത്തിലെ അലസതയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം ആണ്. നിസ്കരിക്കണ കാര്യത്തിൽ ഒരു അലസത നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഈ തിന്മയിലേക്കുള്ള ആദ്യത്തെ ഘട്ടമാണ്. നമ്മൾ വിചാരിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ കറക്റ്റാക്കുക, അത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിപ്പോൾ ഒരു വക്ത് പോയെന്ന് വെച്ചാൽ അത് തൗബ ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ല. അത് നമ്മുടെ ഒരു ദൗർബല്യത്തെ, നമ്മുടെ ഒരു ചാബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കത് കഴിയില്ല എന്നാണ് കാണിക്കുന്നത്. അത് കഴിയുമെന്ന് കാണിക്കുന്നത് ആരുടെ മുമ്പിലാണെന്ന് അറിയോ? ശൈത്താന്റെ മുമ്പിലാണ്. ആ ശൈത്താനിയത്ത് പിടിപെടുമ്പോഴൊക്കെ ശൈത്താനാണ്ട് അകറ്റി നിർത്തിയിട്ട് അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധിക്കില്ല. ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ നല്ല ഗൗരവം നമുക്ക് ഉണ്ടാവണം. ഖുർആനിൽ നിന്ന് ഈ സമൂഹം അകന്നതാണ് ഈ സമൂഹം മറ്റ് പലതിലേക്കും അടുക്കാനുള്ള കാരണം. സംശയമല്ല സഹോദരങ്ങളെ. നമ്മളൊക്കെ എന്താ പറയുക, ഖുർആൻ ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് കേൾക്കണോണ്ടേ, രാവിലെ സ്റ്റാറ്റസ് വീഡിയോസ് കേൾക്കും, പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കേൾക്കും, കുറെ പ്രസംഗത്തിൽ കൂടെ കേൾക്കും. ഇതൊന്നും കേട്ടാലും ഖുർആന്റെ അടിസ്ഥാന അധ്യാപനം എത്തിയിട്ടില്ലല്ലോ. ഇഖ്റ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ഇഖ്റ, അത് ചാറ്റ് ജിപിടിയിൽ ഇട്ടൊരു സമ്മറി തരാൻ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വലിയ ബുക്കൊക്കെ ചാറ്റ് ജിപിടി കിട്ടിട്ടേ ഇതിൻ്റെ സമ്മറിനകത്ത് കൊണ്ടാവാറ് എന്ത് വായിക്കാൻ മടിയുണ്ട്. നിങ്ങൾ ഖുർആന്റെ 604 പേജ് ചാറ്റ് ജിപിടി കിട്ടും, നിങ്ങൾ ഇതിൻ്റെ സംശയത്തോണ്ട് തന്നാൽ മതി. ഇപ്പോൾ മൊത്തം വായിച്ചടങ്ങാറാണ്. അങ്ങനെ പറയില്ലല്ലോ. ഹർഫിന്റെ ഓരോ ഘട്ടത്തിലും അള്ളാഹു അലിഫിനും ലാമിനും മീമിനും എന്തേ പുണ്യം കൽപ്പിക്കാനുള്ള കാരണം? നിങ്ങൾ ആ ഹിക്മത്തൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്ത് വായന മരിക്കുന്ന കാലത്തും ഖുർആനിന്റെ വിഷയത്തിൽ അള്ളാഹ് ആ പുണ്യം ഇങ്ങനെ വെച്ചത് എന്തിനാ? അത് അലിഫും ലാമും മീമും ഒക്കെ നമ്മുടെ നാവിലൂടെ പ്രൊനൗൺസ് ചെയ്യാനാണ്. ഇന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ട ദിവസം. കഹ്ഫിലെ അൽഹംദുലില്ലാഹില്ലദീ അൻസല അല, ഇങ്ങനെ ഓരോ വാക്കും നമ്മുടെ വായിലൂടെ പ്രവചിക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ എന്ത് തിരക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഷയമാണ് നമുക്കുള്ളത്. നമ്മുടെ തിരക്കും ഇവിടെയുള്ള ഏതെങ്കിലും അവിശ്വാസിയുടെ തിരക്കും ഒരു വ്യത്യാസമില്ല. ആ തിരക്കിന്റെ മേലെ അള്ളാനെ വെക്കുമ്പോൾ നമുക്ക് സമയം കിട്ടും.
ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കിട്ടും, നമസ്കാരം വഖ്തിനെത്താൻ സമയം കിട്ടും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് സമയം കിട്ടും. ഞാൻ ഏറ്റവും അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഇബാദത്തുകളിലെ കണിച്ചതയിൽ എന്തെങ്കിലും ഒരു അലസറ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പുതിയ കാലത്ത് നമുക്ക് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് വളരെ ഗൗരവത്തിൽ പറയാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രാർത്ഥിക്കാനുള്ള സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര നേരം നമ്മൾ അവസാനമായിട്ട് ഒറ്റയ്ക്കിരുന്ന സമയം കണക്കാക്കാൻ പറ്റും? ഒരു 30 മിനിറ്റ്, ഒരു മണിക്കൂർ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കണം നിസ്കാര ശേഷമൊക്കെ. ഈ ദുആണ്ട് കഴിയണല്ലോ, ദിക്റണ്ട് കഴിയണല്ലോ. സഹോദരങ്ങളെ, ഒന്നും പറയാനില്ലെങ്കിലും അള്ളാന്റെ മുമ്പിൽ കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ കഴിയുന്ന സമയങ്ങൾ നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാ. ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുകൾ പറഞ്ഞാലും, നേരത്തെ പറഞ്ഞല്ലോ, ല്ലേ, കണങ്കാലും കൂട്ടിങ്ങനെ മുട്ടുന്ന സമയമുണ്ടല്ലോ, അള്ള റൂഹിനെടുക്കുന്ന സമയമുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് അള്ള പറയുന്ന വർത്താനങ്ങൾ നോക്കിയാൽ മതി. ആരാ ഉള്ളെന്ന് ചോദിക്കുമ്പോ അവിടെ ആരും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് എന്താ പറയുക, അവനവനിസത്തേക്ക് നമ്മൾ ചുരുങ്ങരുത്. അങ്ങനെ ഉണ്ടല്ലോ, ഈ മൊബൈൽ ഫോൺ നമ്മളെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും നമ്മൾ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്, ദീനിയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, കുറേ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഈ തോന്നൽ നമ്മളൊന്ന് മാറിയിട്ട് കുറച്ച് സമയം മീ ടൈം ഉണ്ടാക്കണം. ഞാനും എൻ്റെ സമയവുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ മുസല്ലയിൽ ഒറ്റയ്ക്കിരുന്ന ചരിത്രമാണ് സ്വഹാബാക്കൾക്കുള്ളത്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അലി റളിയല്ലാഹു ഒറ്റയ്ക്ക് മുസല്ലയിൽ ഇരുന്ന് കരയോത്രേ. എന്തേ? ദുനിയാവെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞിട്ട്. നമ്മൾ ദുനിയാവ് വിട്ടു എന്നുകൊണ്ട് കാര്യമൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നും പറയാൻ നമുക്കൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ പറ്റണ്ടേ? പള്ളികളുടെ മുസല്ലകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഖബറുകൾ നമ്മളെ എങ്ങനെയാണോ കാത്തിരിക്കുന്നത്, അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ആ ഒറ്റയ്ക്കുള്ള സമയം നമ്മളെല്ലാവരും ഉണ്ടാക്കണം. നമുക്കിങ്ങനെ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കില്ല. ഒറ്റയ്ക്ക് കുറച്ച് നേരം, ഞാനിതിൽ ഇന്ന് എന്നെ സംസാരം നടത്തുമ്പോൾ നിങ്ങളോടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ അവസാന ഘട്ടത്തിൽ നിന്ന് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടക്കണം, എല്ലാവരും ഒന്ന് കണ്ണടക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ആലോചിക്കണം. എല്ലാവരും ഒന്ന് കണ്ണടക്കണം. ഓക്കെ. ആത്മാർത്ഥമായിക്കൊണ്ട് കഴിഞ്ഞൊരു ജീവിതത്തിൽ നമുക്കൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 3 പ്രധാന നന്മകൾ, ഇന്നേ വരെ ഞാൻ ജീവിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ 3 നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളതൊന്നിങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നന്മ അങ്ങനെ ഉണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ നന്മ ഇത്, 2ാമത്തെ നന്മ ഇത്, 3ാമത്തെ നന്മ ഞാൻ ചെയ്തത്. ഇത് പണം കൊടുത്തതാവാം, നമ്മൾ അനുഭവിച്ച നമ്മുടെ ആരാധനകളാവാം, നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു നന്മകളാവാം, എന്തോ ആയിക്കോട്ടെ. ഇനി നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ 3 തിന്മകളൊന്ന് ലിസ്റ്റ് ചെയ്യണം. നിങ്ങളെ മനസ്സിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് കയ്യിൽ നിന്ന് പോയൊരു സാധനം, ഞാൻ ചെയ്തൊരു തെറ്റ്, 3 എണ്ണം. എന്തിനാണെന്നറിയാം അത് പറഞ്ഞത്? നിങ്ങൾക്ക് കണ്ണൂർ കേട്ടോ. എന്തിനാണെന്നറിയാം അത് പറഞ്ഞത്? പലപ്പോഴും എന്താണെന്നറിയോ, നമ്മൾ ഈ തിരക്കിട്ട് ഓടുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സമയമെടുത്ത ചിന്ത നമുക്ക് നഷ്ടപ്പെടും. ഓർഡറുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ മൊത്തക്കണക്കാണ് പറയല്ലോ, മൊത്തക്കണക്കാണ്. എല്ലാ തിന്മയും അള്ളാഹ് പുറത്തു തരണം, ഒക്കെ അള്ളാഹ് റെഡിയാക്കി തരണം, എല്ലാ നന്മകളും അള്ളാഹ് തരണം. ഇങ്ങനെയല്ല വിശ്വാസിയുടെ പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരുപാട് ദുആ ഉണ്ടായത്, എന്തുകൊണ്ട് ഒരുപാട് ദിക്റുകൾ ഉണ്ടായത്? റസൂലിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബദറിന്റെ തലേന്ന് റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുമായി ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന. റസൂലിന്റെ ഓരോ ജീവിതഘട്ടത്തിലും വ്യത്യസ്തമായ പ്രാർത്ഥന നമുക്കും അങ്ങനെ വേണം. ഞാനിതിങ്ങനെ 3 ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞതെന്നറിയോ, നമുക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നന്മകളും തിന്മകളും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം, നമുക്കിങ്ങനെ എടുത്ത് വെക്കാൻ പറ്റണം. നമ്മളിങ്ങനെ മൊത്തക്കണക്കിൽ പോകുമ്പോൾ എന്നറിയോ, കുറേ ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നും. ആ തോന്നലിൽ നിന്ന് മാറിയിട്ട് ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ എഴുതി വെക്കൊന്നും വേണ്ട, മനസ്സുകൊണ്ട് സ്വയം ഒരു ചിന്ത ഉണ്ടല്ലോ, ഇന്ന് സമ്പാദിച്ച സമ്പാദത്തിന് ഒരു 10 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന് ഞാനൊരു ഹറാമ് കണ്ടിട്ടില്ല, ഇന്ന് നല്ലതേ ഒരു നുണ പോലും വായിൽ നിന്ന് മൊഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നമുക്കൊന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഈ 14,000 ദിവസം, നേരത്തെ പറഞ്ഞല്ലോ, ഒരു 30 വയസ്സൊക്കെ ആണെങ്കിൽ, ഒരു 70 വയസ്സിൽ ജീവിക്കുകയാണെങ്കിലാണ് 14,000 ദിവസം കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് അറിയാലോ. അതുകൊണ്ട് എന്താണെന്നറിയോ, ആത്മാർത്ഥമായിക്കൊണ്ട് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുക, നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുകയാണ്. യുവപദം എന്നൊരു പ്രോഗ്രാമിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈസ് എന്നൊരു പ്രോഗ്രാമിൻ്റെ മുന്നോടിയായി കൂടിയാണ് നമ്മൾ നടത്തുന്നത്. ജനുവരി
17-18 കടലുണ്ടി നടക്കുന്ന പ്രൊഫൈസ് എന്ന പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പ്രബോധന മേഖലയിൽ നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ സ്വയം നന്നാക്കലാണ്. നമ്മൾ ഈ തിരുമ്പ കലയിൽ നമ്മൾ പറയുമല്ലോ, അലക്കുമ്പോൾ നമ്മളെ കൈ നന്നാവുക എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ എത്തിക്കേണ്ട ആളുകൾ എത്തിക്കുക. അത് നമ്മുടെ ചെറിയൊരു ക്ഷണം കൊണ്ട് അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവരുത്. ഒപ്പം പ്രബോധന മേഖലയിൽ സജീവമായി നിൽക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും ഈ ഒരു ഇരുത്തം പോലെ തന്നെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ കടബാധിത ആളുകൾക്ക് അള്ളാഹു കടങ്ങൾ വീട്ടുവാനും അതിലൊരു ഗൗരവം പുലർത്തുവാനും നിരന്തരമായി കടബാധിതയിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റുവാൻ നമ്മളോട് തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായ പല ആളുകളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ രോഗമുള്ള ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെല്ലാം മാറ്റി സമ്പൂർണ്ണമായ ഒരു ആഫിയത്ത് അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ അകാലമായ പെട്ടെന്നുള്ള മരണങ്ങൾ, അതിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.